ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒന്നാങ്കര ഫ്ലൈ ഓവറിന് സമീപം സീബ്ര ക്രോസിംഗ് വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അപകടങ്ങൾ തുടർക്കഥയായിട്ടും പരാതികൾ പലത് പറഞ്ഞിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒന്നാങ്കര ഫ്ലൈ ഓവറിന് സമീപം സീബ്ര ക്രോസിംഗ് വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും പരാതികൾ പലത് പറഞ്ഞിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. നവീകരണം പൂർത്തിയാക്കി കഴിഞ്ഞ LDF സർക്കാർ നാടിന് സമർപ്പിച്ചതാണ് 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. 750 കോടിയിലേറെ മുടക്കി നിർമ്മിച്ച AC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നത് ജനങ്ങളെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന വീതി റോഡിനില്ലാത്തതും പാർക്കിംഗ് സൗകര്യങ്ങളുടെ അഭാവവും വാഹനങ്ങളുടെ അമിതവേഗവുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ വാഹനത്തിരക്കും വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. റോഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന കരാർ കമ്പനി അവകാശപ്പെടുമ്പോഴും ചിലയിടങ്ങളിൽ സീബ്ര ലൈനുകളുടെ അഭാവം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാങ്കരയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും കാൽനടയാത്രക്കാർ ഏറ്റവും അധികം റോഡ് മുറിച്ച് കടക്കുന്നിടത്താണ് സീബ്ര ക്രോസിംഗ് ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ വർദ്ധിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. KSTPയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച റോഡിന്റെ കരാറുകാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഒന്നാംകരയിലെ സീബ്ര ലൈനിന്റെ അഭാവവും അപകടങ്ങളും കരാറുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും KSTPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടും ഒരു പ്രതികരണവും ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഒന്നാങ്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അക്കരെ സെറ്റിൽമെന്റ് കോളനി ഉണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു സീബ്ര ലൈൻ ജനങ്ങൾക്ക് സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സീബ്ര ലൈൻ ഇട്ട് തരണമെന്ന് ഇവിടെ അധികാരികളോട് പറഞ്ഞു. അതുകൂടാതെ ഇതിന്റെ KSTPയുടെ കൊട്ടാരക്കര യൂണിറ്റിൽ വിളിച്ചു പറയുകയും അതുകൂടാതെ അവിടെ അവരുടെ മെയിൽ ID യിൽ നമ്മൾ മെയിൽ അയക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ വിളിക്കുകയും ഇവിടെ ഒരു സീബ്ര ലൈൻ ഇട്ട് തരാമെന്ന് അവർ വാക്കു തരികയും ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു സീബ്ര ലൈൻ ഇടാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു സീബ്ര ലൈൻ ഇട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ്. ഞങ്ങൾ പൊതുജന താല്പര്യാർത്ഥം ആണ് അവിടെ ഞങ്ങൾ മെയിൽ അയച്ചത്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, പക്ഷേ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ന്യൂസ് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സീബ്ര ലൈൻ ഇട്ട് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്പീഡിലാണ് വണ്ടി വരുന്നതും പോകുന്നതും. നമുക്ക് കുറെ നിന്ന് മനുഷ്യന്റെ ചീട്ട് കീറി കഴിഞ്ഞ് നമുക്കൊന്ന് ക്രോസ് ചെയ്യാനൊക്കെ. പിന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, വടക്കോട്ട് റേഷൻ കടയുണ്ട്. ഇവിടുത്തെ എല്ലാ ആൾക്കാരും പല പ്രാവശ്യമായിട്ട് പോകുമ്പോൾ അവരെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പല പ്രാവശ്യം ഞങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞ ഒരു സീബ്ര ലൈൻ ഇട്ട് തരണമെന്നിട്ട് ഇന്നേ വരെ അവർ ഇട്ട് തന്നിട്ടില്ല. പല പരാതികൾ വേറെ ആൾക്കാരും കൊടുത്തിട്ടുണ്ട്, ഇന്ന് അതിനും പരിഹാരം കണ്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ട് ഞങ്ങളെ ഈ തടസ്സത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തി തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. AC റോഡിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഒന്നാങ്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, റേഷൻ കടകൾ, ആധാരമെഴുത്ത് ഓഫീസുകൾ തുടങ്ങിയവയും ഈ പ്രദേശത്തുണ്ട്. AC കനാലിന് മറുകരയുള്ള 6-ാം വാർഡിലെ അംഗനവാടികളിലേക്ക് കുട്ടികളെയും കൊണ്ട് പോകുന്നവരും ഏറെ പണിപ്പെട്ടാണ് റോഡ് മുറിച്ചു കിടക്കുന്നത്. ഈ ഭാഗത്ത് സീബ്ര ക്രോസിംഗ് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ തയ്യാറാവാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ടൈം ന്യൂസ്, ആലപ്പുഴ.